പിതാവിനെ മക്കൾ സമാധിയിരുത്തിയെന്ന സംഭവത്തിൽ ആറാലുമൂട് കാവുവിളാകം സിദ്ധൻ ഭവനിൽ ഗോപന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുതുതായി നിർമ്മിച്ച കല്ലറയിൽ സംസ്കരിച്ചു. ആദ്യം നിർമ്മിച്ച കല്ലറ പൊളിച്ചു മാറ്റിയ സ്ഥലത്ത് പുതിയത് തയ്യാറാക്കിയാണ് ഗോപന്റെ മൃതദേഹം സംസ്കരിച്ചത്. ഇതിനുശേഷം ഇവിടെ ആരാധനയും തുടങ്ങിയിട്ടുണ്ട്. അച്ഛനെ സമാധിത്തറയിൽ സമാധി ഇരുത്തുകയായിരുന്നുവെന്ന് ഗോപന്റെ മക്കളായ സനന്ദൻ, രാജസേനൻ എന്നിവർ പറഞ്ഞു. പഴയ കല്ലറ പൊളിച്ച് പുറത്തെടുത്ത ഗോപന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നെയ്യാറ്റിൻകര നിംസ് ആശുപത്രി മോർച്ചറിയിലാണ് വെച്ചിരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 നാമജപ യാത്രയായിട്ടാണ് മൃതദേഹം ആറാലുമൂട്ടിലെ വീട്ടുവളപ്പിൽ എത്തിച്ചത്. സന്യാസിമാരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ഒരാൾക്ക് മാത്രം ഇരിക്കാവുന്ന അറയിലായിരുന്നു നേരത്തെ സമാധി ഇരുത്തിയതെന്നാണ് മക്കൾ പറഞ്ഞത്. പഴയതിൻ്റെ ഇരട്ടിയിലധികം വലുപ്പത്തിലാണ് പുതിയ കല്ലറ നിർമ്മിച്ചത്. പുണ്യപുരാതനവും പവിത്രവുമായ ആറാലുമൂട് കൈലാസനാഥ മഹാദേവപുരം ശ്രീ മഹാദേവ ക്ഷേത്ര മഠാധിപതി ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി തൃപ്പാദങ്ങളുടെ ഭൗതിക സർവവിധവും വഹിച്ചുകൊണ്ടുള്ള നാമജപ യാത്രയാണ് ഈ രൂപയിലൂടെ കടന്നു വരുന്നത്. ഓം നമഃശിവായ, ഓം നമോ നമഃശിവായ മന്ത്രോച്ചാരണത്തോടെ അനവധി നിരവധി മിനിസ്ട്രേറ്റർമാരുടെയും മഠാധിപതിമാരുടെയും ഹൈന്ദവ സംഘടനാ നേതാക്കളുടെയും അനവധി ഹൈന്ദവ വിശ്വാസികളുടെയും മകപ്പെടിയോടെ പുണ്യപരമാത്മാവ് കൈലാസനാഥ മഹാദേവപുരം ക്ഷേത്ര മഠാധിപതി ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി തൃപ്പാദങ്ങളുടെ ഭൗതിക യാത്രയാണ് ഈ രീതിയിലൂടെ കടന്നുവരുന്നത്. ും